ലൈംഗിക ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉള്ള ശബ്ദരേഖയിൽ സംശയം ഉന്നയിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ്. പുറത്തുവന്ന ശബ്ദരേഖയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കാലമല്ലേ അതുകൂടി ഓർക്കണം എന്നാണ് മറുപടി. അതിനിടെ രാഹുലിനെതിരെ പാർട്ടിയെടുത്ത നടപടികളിൽ കടുത്ത അമർഷത്തിലാണ് എ ഗ്രൂപ്പ്. ഞാൻ ഇന്ന് ഇപ്പോൾ AI-യുടെ കാലഘട്ടമല്ലേ, ആരെക്കുറിച്ചും എന്തും ഏത് തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം നടക്കണം. ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു, അതിനുശേഷം വേറെ ഒന്നും ഇല്ലല്ലോ, ഇപ്പോഴും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഫോൺ സംഭാഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് UDF കൺവീനറുടെ മറുപടി ഇങ്ങനെ: പരമാവധി ന്യായീകരണം. നിയമപരമായി പരാതികളുമായി ആരും എത്താത്ത സാഹചര്യത്തിൽ രാഹുലിനെ അങ്ങ് തള്ളിക്കളയേണ്ടെന്നാണ് പൊതുധാരണ. രാഹുലിനെതിരെയുള്ള വിമർശനം പാർട്ടിക്ക് ദോഷമാകുമെന്നതിനാൽ പരമാവധി പ്രതിരോധിക്കും. പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ പോലും അനിവാര്യമല്ലായിരുന്നുവെന്നാണ് എ ഗ്രൂപ്പിന്റെ നിലപാട്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനെടുത്ത തീരുമാനം പോലും രാഹുലിന്റെ ഭാഗം കേൾക്കാതെയായിരുന്നുവെന്നാണ് രാഹുലിനെ അനുകൂലിക്കുന്നവരും എ ഗ്രൂപ്പുകാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. പഴയ ഐ ഗ്രൂപ്പിലും രാഹുലിനെ അനുകൂലിക്കുന്നവരുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കുന്നതടക്കം ഒന്നും അംഗീകരിക്കാനാകില്ല. MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുലിന് അവസരം നൽകണം. അതിനായി രാഹുലിനെതിരെയുള്ള പൊതുപ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നുമാണ് ആവശ്യം. ഈ തീരുമാനത്തിന് പിന്നാലെയാണ് പല നേതാക്കളും ഭയപ്പെട്ടത്. UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ മറക്കേണ്ട, ചിലരൊക്കെ മറക്കുമല്ലോ. അതൊക്കെ രാഷ്ട്രീയത്തിന് പതിവുള്ള, ഇത് രാഷ്ട്രീയമല്ലേ. ഇത് ഇന്നലെയും ഒന്നും പെട്ടെന്ന് ഉണ്ടായിരുന്നില്ല. ഇത് കാലാകാലങ്ങളായ രാഷ്ട്രീയത്തിലുള്ളതാണ് ഇതൊക്കെ. അതിന് ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. രാഹുലിനെതിരെയുള്ള വിമർശനം പാർട്ടിക്കെതിരെയുള്ള വിമർശനമാണെന്ന് പ്രവർത്തകരെ ബോധിപ്പിച്ചുകൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ഒപ്പം ലൈംഗിക ആരോപണ കേസുകളിൽ അറസ്റ്റിലായ ഇടതുപക്ഷത്തെ MLA-മാർ പോലും സഭയിലെത്തുമ്പോൾ രാഹുലിനെ എന്തിനു മാറ്റി നിർത്തണം എന്നുള്ള മറുചോദ്യവും ഉന്നയിക്കുന്നുണ്ട്. അതേസമയം പാർട്ടി നടപടി എടുത്തില്ലായിരുന്നുവെങ്കിൽ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു എന്നാണ് സതീശൻ പക്ഷത്തിൻ്റെയും ചെന്നിത്തല അനുകൂലികളുടെയും നിലപാട്. നിയമസഭയിൽ രാഹുൽ എത്തുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സഭയിലെത്തിയാൽ ഭരണപക്ഷ പ്രതിഷേധം നേരിടേണ്ടി വന്നാൽ അതിനെ UDF കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. പാർട്ടിക്കെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിൽ തിരിച്ചും പ്രതിഷേധിക്കും. ഇതിനിടെ രാഹുലിനെതിരെയുള്ള കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം പരാതിക്കാരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.